ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മോസ് ഗാർഡൻ മേക്ക് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പോയിട്ട് മോസൊക്കെ ഒന്ന് കളക്ട് ചെയ്തെടുക്കേ. കണ്ടോ, മോസൊക്കെ നമുക്കിപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ്. നമുക്ക് ഈ സിമെൻ്റ് ഇട്ട തറയിലൊക്കെ ഒരുപാട് ഉണ്ടാവും. അതുപോലെ തന്നെ മതിലിൻ്റെ മുകളിലൊക്കെ ഒരുപാട് കണ്ടുവരുന്ന ഒന്നാണ് കേട്ടോ മോസ്. ഇപ്പോൾ മഴയൊക്കെ പെയ്യുന്നതുകൊണ്ടേ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കുഞ്ഞാവേണ് കേട്ടോ അത്. ഇപ്പോൾ വീഡിയോയിൽ ഇന്ന് അവളുണ്ട്. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് ചാടുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പിടിക്കാൻ പറയുമായിരുന്നു കേട്ടോ. ഒരു തവണ ചെയ്തപ്പോൾ ഒന്നും കൂടി ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ 2 തവണ ചെയ്തതാണ്. ഇത് കണ്ടോ, ഒരു ഇഷ്ടികയുടെ ഒരു പൊട്ടാണ് കേട്ടോ. അതിൽ ഇതുപോലെ തന്നെ മോസ് പറ്റി പിടിച്ചുണ്ടായിട്ടുണ്ട്. അപ്പം നമുക്കിത് ഒരു ചട്ടുകോ എന്തെങ്കിലും വെച്ചിട്ട് മെല്ലെ അടർത്തിയെടുക്കാം. കുത്തി ഇളക്കി അവയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വേണ്ട, ഒരൊറ്റ തവണയായിട്ട് നമുക്കിത് ഇങ്ങനെ അടർത്തിയാൽ കിട്ടുന്നതാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. ഇതൊക്കെ പ്രകൃതിയുടെ ഭാഗമായിട്ടുള്ളതാണല്ലോ. അപ്പം അതിൻ്റെ ഒരു പ്രത്യേക ഭംഗി കാണുമ്പോൾ. അപ്പം ഇനി നമുക്ക് വേണ്ടത് ഇത് കണ്ടോ, ഫേണാണ് കേട്ടോ. ഇതും അതെ, ഇതുപോലെ തന്നെ നമ്മുടെ മോസൊക്കെ ഉണ്ടാവുന്ന എല്ലാ സ്പേസിലും കാണുന്നതാണ്. അപ്പം ഇതിൻ്റെ ഒരു കുട്ടി ബേബി പ്ലാന്റിനെയാണ് കേട്ടോ ഞാൻ പറിച്ചെടുക്കുന്നത്. അപ്പം ഇതുപോലത്തെ ആ മോസും കൂടെ ചേർന്നിട്ട് നമുക്കത് അടർത്തിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു 2-3 എണ്ണം പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് വേഗം തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് ഞാൻ ഇതുപോലത്തെ ചിരട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ചിരട്ട വേറെ അതിൻ്റെ താഴെ അത് ഇരിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു ചിരട്ടയും കൂടിയും കട്ട് ചെയ്തെടുത്താണ്. കുറച്ച് ബുദ്ധിമുട്ടിട്ടോ ഞാനത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ബോക്സോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി. ഞാൻ ഇതിന് മുന്നേ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു ചകിരി, അതിലൊന്ന് ജസ്റ്റ് ഇത് നന്നായിട്ട് വെള്ളം കുറച്ചൊക്കെ ആവശ്യമായിട്ടുള്ള സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചകിരി, അത് കറ കളഞ്ഞ ചകിരിയാണ് കേട്ടോ, അത് ഞാൻ കുറച്ച് താഴെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചകിരിച്ചോറ്, അതുപോലെ തന്നെ മണ്ണ്, നമ്മൾ വളപ്പൊടിയും ഇട്ട് മിക്സ് ചെയ്തിട്ടുള്ള പ്രോട്ടീൻ മിക്സ് ആണ് കേട്ടോ. അത് ഞാൻ ഇതിലേക്ക് നന്നായിട്ട് കൈ വെച്ചിട്ട് അമർത്തി വെച്ചിട്ട് തന്നെ വേണം കേട്ടോ നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞാൻ വേറെ ഒരെണ്ണം ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ല. നമ്മൾ ഡെയിലി ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. മോസ് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത്യാവശ്യം കുറച്ച് ദിവസമൊക്കെ അത് കേടുവരാതെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ വീടിൻ്റെ ജനലിൻ്റെ സൈഡിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഞാനൊരു കുഞ്ഞു വീട് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഈ കുട്ടി കുട്ടി പ്ലാന്റ്സിനെയും കൂടി അവിടെ നിന്ന് സൈഡിലൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കാം. ഇതൊക്കെ ഒരു ക്രിയേറ്റിവിറ്റിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ വീടിൻ്റെ മുകളിലായിട്ട് ഒരു ഷെല്ലാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. എൻ്റെ ചേച്ചിയുടെ പിള്ളേർ പുഴയിലേക്ക് പോയപ്പോൾ അവിടെ നിന്ന് പെറുക്കി കൊണ്ടുവന്നതായിരുന്നു അത്. ഇനി നമുക്ക് മോസ് മുഴുവനായിട്ടും സെറ്റ് ചെയ്ത് കൊടുക്കാം. കുറച്ച് അമർത്തിയിട്ട് തന്നെ കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്. അപ്പം ഇനി മുഴുവനായിട്ടൊന്ന് കണ്ടിട്ട് വരാം. അപ്പം ഞാനിവിടെ എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ബബിൾസ് ഒക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ആദ്യം ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള മോസ് ഗാർഡൻ. നമ്മൾ ചിരട്ടയുടെ താഴെ ഇരിക്കാൻ തക്ക വണ്ണത്തിൽ കുറച്ച് കുഴിയായിട്ടുള്ള ഏത് പാത്രം വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ചിരട്ട കട്ട് ചെയ്തിട്ട് തന്നെ വെച്ച് കൊടുക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്യൂ. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി കാണുന്നത് വരെ ബൈ ബൈ.